നടിയും BJP സ്ഥാനാർത്ഥിയുമായ കങ്കണ റണോട്ട് സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായിരിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകൾ സുഭാഷിണി അലി കങ്കണയ്ക്ക് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. जब हमें आजादी मिली तो द फर्स्ट प्राइम मिनिस्टर ऑफ इंडिया सुभाष चंद्र बोस वो कहां गए? മണ്ഡി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി കങ്കണയുടെ ഈ പ്രസ്താവനയാണ് വിവാദമായത്. നേതാജിയെ ആദ്യ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ച കങ്കണ ട്രോളുകളിൽ നിറഞ്ഞു. അതോടെ 1943 രൂപീകരിച്ച ആസാദ് ഹിന്ദ് ഗവൺമെന്റിൽ നേതാജി പ്രധാനമന്ത്രിയായിരുന്നു എന്ന വിശദീകരണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തു വന്നു. ഇതിനെ CPIM നേതാവ് സുഭാഷിണി അലി ചോദ്യം ചെയ്തതോടെ നേതാജിയെക്കുറിച്ച് പറയാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്തവകാശമെന്നായി കങ്കണ ഫാൻസ്. സുഭാഷിണി അലി നേതാജിയെക്കുറിച്ച് പറയാനുള്ള തന്റെ അവകാശം വിശദീകരിച്ചു. Communists have been very much part of the national movement, so I had to tell them that that's no question of communist or not communist. My own mother, Captain Lakshmi, was a member of that government. That government of provisional government of Azad Hind, of which Netaji was the head. My mother was the only woman minister for women's affairs. So these are the things that you have to remind these people, but they are just wanting to have some kind of strange agenda, which means that they have to distort history to fool people in this country to believe that they are nationalists. സുഭാഷിണി അലിയുടെ മറുപടിക്ക് പിന്നാലെ നേതാജിക്ക് ഹിന്ദു മഹാസഭയോടുണ്ടായിരുന്ന സമീപനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാജിയോടെടുത്ത നിലപാടുമെല്ലാം ചരിത്ര പുസ്തകങ്ങൾ നിരത്തി സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാകുകയാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. എനിക്ക് തോന്നുന്നത് ഈ നടി കങ്കണയ്ക്ക് ചരിത്രബോധം കുറച്ച് കുറവാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇന്ത്യൻ ചരിത്രം പഠിച്ച ഒരാളും പറയില്ല നേതാജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.